ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് വിടവാങ്ങി. ലക്ഷക്കണക്കിന് ആളുകളാണ് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ കക്ഷിഭേദമന്യേ മയ്യത്ത് കാണാനും മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാനും ദുആ ചെയ്യാനുമൊക്കെ അവിടെ തടിച്ചു കൂടുന്നത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, സുലൈമാൻ ഉസ്താദ്, മകൻ അബ്ദുള്ള ഉസ്താദ്, സി ഫൈസി ഉസ്താദ്, അതുപോലെ തന്നെ അലി ബാഫക്കി തങ്ങൾ, ജമലുല്ലൈലി തങ്ങൾ തുടങ്ങിയ നിരവധി AP സമസ്ത വിഭാഗം നേതാക്കളും മയ്യത്ത് കാണാനും ആ മയ്യത്തിനു വേണ്ടി അവിടെ സന്ദർശിച്ച് ദുആ ചെയ്യുന്ന വലിയ സുന്ദരമായ കാഴ്ചയായിരുന്നു അവിടെ കണ്ടത്. സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ്, ഒരു ഗുണമാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ആളുകളാണ് മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നത്, എത്ര ആളുകളാണ് യാസീൻ ഓതുന്നത്, ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുന്നത്. ഇത് കേവലം അനുശോചനങ്ങൾ രേഖപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്, ഉസ്താദിൻ്റെ പാരത്രിക വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാവരും മനമുരുകി ദുആ ചെയ്യുകയാണ്. അതിനുവേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഈ ഖുർആൻ ഓതാനുമൊക്കെ പതിനായിരക്കണക്കിന് ആളുകളാണ് തടിച്ചു കൂടുന്നത്. ഇത് സുന്നികൾക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രയെത്ര ജനനായകന്മാർ, രാഷ്ട്രീയ നേതാക്കൾ, മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ ഇതുപോലെ വിടവാങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു പക്ഷേ പതിനായിരങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ടാവും. എന്നാൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യാൻ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അവരുടെ അനുയായികൾ ആരെങ്കിലും ഉണ്ടോ? അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാൻ പോലും ഇന്ന് ആരുമില്ല. അവരൊക്കെ വർഷത്തിലൊരിക്കൽ ഒന്ന് ഓർത്താലായി. അവർ വിടവാങ്ങിയപ്പോൾ ഈ അണികളൊക്കെയും മറ്റൊരു നേതാവിൻ്റെ പിന്നാലെ കൂടി എന്നല്ലാതെ വേറെ എന്ത് പ്രയോജനമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്? കേവലം 30-40 കൊല്ലം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഈ നാട് ഭരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. മരണപ്പെട്ടു പോകുമ്പോൾ തൻ്റെ പാരത്രിക വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും കുറച്ച് അനുയായികളെ സൃഷ്ടിച്ചെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടോ? താൻ ഖബറിൽ കിടന്ന് പ്രയാസപ്പെടുമ്പോൾ തൻ്റെ പ്രയാസം അകറ്റാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളെങ്കിലും ഇവർ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ എവിടെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കാൻ. അതാണ് സമസ്ത എന്ന പ്രസ്ഥാനത്തെ മറ്റുള്ളതിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. ഇന്ന് കേരളത്തിൽ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കല്ലാതെ, അല്ലെങ്കിൽ സുന്നി സംഘടനക്കല്ലാതെ വേറെ ഏത് പ്രസ്ഥാനത്തിനാണ്, വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ഇത്രയും വലിയ സൗഭാഗ്യം ലഭിക്കുക? ആലിക്കുട്ടി ഉസ്താദിൻ്റെ മയ്യത്ത് കാണാനും പ്രാർത്ഥിക്കാനും ഉസ്താദിൻ്റെ അനുയായികൾ മാത്രമല്ലല്ലോ പോകുന്നത്. മറ്റു സംഘടനയിൽ പ്രവർത്തിക്കുന്നവരും നേതാക്കളൊക്കെ അവിടെ പോയി മനമുരുകി ദുആ ചെയ്യുകയാണ്. ആലിക്കുട്ടി ഉസ്താദിന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കുകയാണ്. ഇത്ര സുന്ദരമായ കാഴ്ച വേറെ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക? ഇത് കേവലം ഈ മരണപ്പെട്ട ദിവസങ്ങളിൽ മാത്രമാണോ? മാസങ്ങളോളം ആലിക്കുട്ടി ഉസ്താദിൻ്റെ അനുയായികൾ ആ ഉസ്താദിന് വേണ്ടി ഖുർആൻ ഓതും, പല രീതിയിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യും. അതിനുവേണ്ടി മഹാന്മാരടക്കമുള്ള പതിനായിരക്കണക്കിന് ആളുകൾ സ്വയം സന്നദ്ധമായി മുന്നോട്ട് വരും. ഇത്രയും വലിയ സൗഭാഗ്യം വേറെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, അല്ലെങ്കിൽ സുന്നി അല്ലാത്ത വേറെ ഏതെങ്കിലും സംഘടനാ നേതാക്കന്മാർക്ക് കിട്ടുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ പ്രാർത്ഥന മാത്രം സ്വീകരിച്ചാൽ പോരെ? ആലിക്കുട്ടി ഉസ്താദിനെ രക്ഷപ്പെടാൻ വേറെ എന്താ വേണ്ടത്? അല്ലെങ്കിൽ ആലിക്കുട്ടി ഉസ്താദിനെ മാതൃകയാക്കി ജീവിതം സമ്പുഷ്ടമാക്കിയ ഒരാൾ ഇവിടെ പ്രവർത്തിച്ചാൽ പോരെ? വേറെ എന്താണ് വേണ്ടത്? രാഷ്ട്രീയ നേതാക്കന്മാർ വളർത്തിയെടുക്കുന്ന അണികളിൽ ഭൂരിഭാഗം ആളുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യൂല. ഇവർ മരണപ്പെടുമ്പോൾ അടുത്ത നേതാക്കളെ പിന്നിലേക്ക് പോകുമെന്നല്ലാതെ ഈ മരണപ്പെട്ടു പോയ തൻ്റെ നേതാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവർ പ്രയത്നിക്കുമോ? അവരുടെ സമയം ചെലവഴിക്കുമോ? ഒട്ടും പ്രതീക്ഷിക്കണ്ട. വിരലിലെണ്ണാവുന്ന ചില ആളുകൾ മാത്രം ചെയ്താലായി, അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരോ ബന്ധുക്കാരോ ചെയ്താലായി. ഇനി ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റ് ഇതര സംഘടനകളുണ്ടല്ലോ, നവീനവാദികളുണ്ടല്ലോ, അവരുടെ നേതാക്കൾ മരണപ്പെട്ടാൽ ഈ സുന്നി നേതാക്കന്മാർ മരണപ്പെട്ട പോലുള്ള സൗഭാഗ്യമുണ്ടോ? ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കന്മാരെക്കാളും ദയനീയമായ അവസ്ഥയാണ് ഈ നവീനവാദികളുടെ നേതാക്കന്മാർ മരണപ്പെട്ടാലുണ്ടാവുക. രാഷ്ട്രീയ നേതാക്കന്മാർ സുന്നികളാണെങ്കിൽ കുറച്ചെങ്കിലും ആളുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടാവും, അവർക്ക് വേണ്ടി സൽക്കർമ്മം ചെയ്യാനുണ്ടാവും. എന്നാൽ മുജാഹിദ് ജമാഅത്ത് നേതാക്കളൊക്കെ മരണപ്പെട്ടാൽ ഒന്ന് ദുആ ചെയ്യാൻ പോലും അവിടെ ആരും നമുക്ക് കാണാൻ കഴിയില്ല. ഖുർആനിൽ നിന്ന് ഒരു സൂറത്ത് പോലും അവിടെ ഓതുന്നത് കാണാൻ കഴിയില്ല. എല്ലാവരും ഒരു മയ്യത്ത് കണ്ടിട്ട് മാറി നിന്ന് അപ്പുറത്ത് പോയിട്ട് അല്ലെ രാഷ്ട്രീയ കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ ഫുട്ബോൾ കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നല്ലാതെ ആ മയ്യത്തിന് ഗുണം കിട്ടാൻ വേണ്ടി ഒരു ആയത്ത് പോലും ഓതുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. ഒന്ന് കൈ ഉയർത്തി ദുആ ചെയ്യുന്നത് പോലും നമുക്ക് കാണാൻ കഴിയില്ല. പതിനായിരക്കണക്കിന് ആളുകൾ വന്നാലും എല്ലാവരും മയ്യത്തൊന്ന് കണ്ട് മിണ്ടാതെ അങ്ങോട്ട് തിരിഞ്ഞു പോവുകയുള്ളൂ. ഈ മയ്യത്ത് കണ്ടത് കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. നമ്മളിങ്ങനെ ഒരുപാട് പേര് മയ്യത്ത് ഇങ്ങനെ കണ്ടതുകൊണ്ട് മയ്യത്തിന് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഈ വന്ന ആളുകൾ മയ്യത്തിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യണം, മയ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് മയ്യത്തിന് ഗുണമുള്ളൂ.
അതാണ് സുന്നിയായ നേതാവ് മരണപ്പെടുമ്പോഴും മുജാഹിദായ മറ്റൊരു നേതാവ് മരണപ്പെടുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ മുജാഹിദ് നേതാക്കളൊക്കെ മരണപ്പെടുമ്പോൾ 10,000-കണക്കിന് ആളുകൾ ചിലപ്പോൾ മയ്യത്ത് നിസ്കരിക്കാൻ വരും. പക്ഷേ ഈ മയ്യത്തായി കിടക്കുന്ന ആളെക്കുറിച്ച് മയ്യത്ത് നിസ്കരിക്കുന്ന പലരുടെയും ഉള്ളിലുള്ള ചിന്ത എന്താണ്? അയാൾ മുശ്രിക്കാണെന്നാണ്, അയാൾ ഷിർക്ക് ചെയ്യുന്നവരാണെന്നാണ്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് അയാൾ മരണപ്പെട്ടതും ഇയാൾ മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുന്നതും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? സത്യത്തിൽ മുശ്രിക്കിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ പോലും പാടില്ല. അതൊന്നും ഇവരാരും ഓർക്കൂല. ജീവിതകാലത്ത് സ്റ്റേജ് കെട്ടി മുശ്രിക്കാണ്, ഷിർക്ക് ചെയ്യുന്നു എന്ന് ആരോപിക്കപ്പെട്ട ആൾ മരിക്കുമ്പോൾ അതേ ആളുടെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി മുശ്രിക്കാണെന്ന് പറഞ്ഞ ഇതേ വ്യക്തി ഉണ്ടാവും, മുന്നിലെ സ്വഫ് തന്നെ ഉണ്ടാവും. ഈ മയ്യത്തിന്റെ തൊട്ടടുത്ത് വന്ന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി നിസ്കരിക്കുന്നുണ്ടാവും. ജീവിതകാലത്ത് മുഴുവൻ അയാൾ മുശ്രിക്കാണെന്ന് പറഞ്ഞ ആളാണ്. എന്തൊരു വിരോധാഭാസമാണത്. ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ വസ്തുതയല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള മയ്യത്ത് നിസ്കാരങ്ങളിലൊക്കെ നോക്കിയാൽ സുന്നികളായ ആളുകൾ മരിക്കുമ്പോൾ മുമ്പിലെ സ്വഫ് തന്നെ ഉണ്ടാവും ഈ സുന്നി മുശ്രിക്കാണെന്ന് വിശ്വസിച്ച ആള്, ഈ സുന്നി ഷിർക്ക് ചെയ്യുന്നു എന്ന് വിശ്വസിച്ച ആള് ഈ മയ്യത്ത് നിസ്കാരത്തിന്റെ മുന്നിലെ സ്വഫ് തന്നെ ഉണ്ടാവും. നമുക്ക് എല്ലാ നാടുകളിലും അത് കാണാൻ സാധിക്കും. അയാളോട് ഒന്ന് ചോദിച്ചാൽ മതി. ഈ സുന്നിയായ ആള് മമ്പുറത്ത് ദർഗയിൽ പോകുന്ന ആളാണ്, മൗലൂദ് ഓതുന്ന ആളാണ്, കുത്തുബിയത്ത് കഴിക്കുന്ന ആളാണ്, ആണ്ട് നേർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ്. അപ്പൊ നിങ്ങളുടെ വിശ്വാസപ്രകാരം ഈ മയ്യത്ത് ആള് ഷിർക്കല്ലേ ചെയ്യാറുള്ളത്? അങ്ങനെ ഷിർക്ക് ചെയ്യുന്ന ആളുടെ പേരിൽ നിങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ എന്ത് അവകാശമുള്ളതെന്ന് ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇവരൊക്കെ ഈ മയ്യത്ത് നിസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്യേണ്ടത്. വിട്ടുനിന്ന് അത് മയ്യത്തിന് ഗുണമാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ സുന്നികളുടെ മേലുള്ള ഷിർക്ക് ആരോപണം ഇവർ നിർത്തണം. അതുവരെ ഷിർക്ക് ആരോപിച്ചത് പോട്ടെ, ഇനി അതിന് മാപ്പൊന്നും പറയണ്ട. ഇനിയും അങ്ങോട്ടെങ്കിലും ഷിർക്ക് ആരോപണങ്ങളൊന്ന് നിർത്തിയിട്ട് ആ വാദത്തിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങി എന്നെങ്കിലും ഒന്ന് പറയണം. എന്നിട്ട് നിങ്ങൾ സുന്നികളുടെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ പോയിക്കോ, സുന്നികളുടെ പിന്നിൽ തുടർന്ന് നിസ്കരിച്ചോ, കുഴപ്പമില്ല. ഇത് ആനപ്പുറത്ത് കയറും വേണം, എന്നാൽ ആരും കാണാനും പാടില്ല എന്ന് പറഞ്ഞ രീതിയിലാണ് ഇവരുടെ കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞാല് സുന്നി നേതാക്കൾ, സമസ്ത നേതാക്കളൊക്കെ മരണപ്പെടുമ്പോൾ അവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഒരു നിലക്കും സുന്നികളല്ലാത്ത വേറെ ഒരാൾക്ക് കിട്ടൂല, 100% ഉറപ്പാണ്. അത് ചിന്തിക്കാനും മനസ്സിലാക്കാനൊന്നും അധികം ബുദ്ധിയൊന്നും വേണ്ട. ഏത് ചെറിയ കുട്ടിക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആൻ ഓതിയാലേ അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുമെന്നുള്ളത് നമ്മൾ മദ്രസാ കാലം മുതലേ പഠിച്ചു വരുന്ന കാര്യമാണ്. അപ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്തിന്റെ അടുക്കൽ നിന്ന് ഖുർആൻ ഓതുമ്പോൾ അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങും. അതിന്റെ ഗുണം ആ മയ്യത്തിന് കിട്ടുമെന്ന് ആർക്കാണ് അറിയാത്തത്? ഇത് ആർക്കാണ് മനസ്സിലാവാത്തത്? മയ്യത്തിന്റെ അടുക്കൽ നിന്ന് ഖുർആൻ ഓതാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമോ? റസൂലുള്ളയോ മറ്റു ഇമാമുമാരോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്? അതൊന്നും എവിടെയും കാണൂല. എന്നാലും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും മയ്യത്തിന്റെ അടുക്കൽ ഖുർആൻ ഓതാൻ പാടില്ല, ദുആ ചെയ്യാൻ പാടില്ല എന്നൊക്കെ. പ്രാർത്ഥന സ്വീകരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഖുർആൻ ഓതി ദുആ ചെയ്യുക എന്നുള്ളത്. ഖുർആൻ ഓതിക്കൊണ്ട് താൻ ഓതിയ സൂറത്തുകൾ മുമ്പിൽ വെച്ച് ദുആ ചെയ്യുക എന്നുള്ളത് ആ ദുആ സ്വീകരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. അപ്പൊ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്തുകൾ തന്നെ ഓതി അത് മുമ്പിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ ഖുർആൻ ഓതാതെ ദുആ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഭേദമല്ലേ ആ ഖുർആൻ ഓതി ദുആ ചെയ്യുന്നത്? അതും ഇവർക്ക് പറ്റൂല. അതൊന്നും പാടില്ല എന്നോ ഷിർക്കാണെന്നോ ബിദഅത്താണെന്നോ ആരും എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു കിതാബിലും കാണാൻ കഴിയില്ല, ഒരു തെളിവും കാണിക്കാൻ കഴിയില്ല. എന്നാലും ഇവരങ്ങോട്ട് പറയണ്ടേ, ഇവര് ഗവേഷണം നടത്തി കണ്ടെത്തിയതല്ല അതൊക്കെ. ഇതൊക്കെ ചിന്തിക്കാനും മനസ്സിലാക്കാനും അധികം ബുദ്ധിയും വിവരമൊന്നും ആവശ്യമില്ല. ഏത് ചെറിയ കുട്ടികൾക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണ് ഇതൊക്കെ. മുമ്പൊരു മുജാഹിദ് പണ്ഡിതൻ പറഞ്ഞത് മയ്യത്തിന്റെ അടുക്കൽ നിന്ന് ഖുർആൻ ഓതുന്നതിനേക്കാൾ നല്ലത് മാതൃഭൂമി പത്രം വായിക്കുന്നതാണ്. എവിടുന്ന ഇവർക്ക് ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നത്? ജിബ്രീലേറ്റ് വന്നിട്ട് പറഞ്ഞോ? കിതാബിലൊന്നും നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല, ഇമാമിങ്ങൾ പറയുന്നൊന്നും കാണാൻ കഴിയില്ല. എവിടുന്ന ഇവർക്ക് ഗവേഷണം നടത്തി എവിടുന്ന അതൊക്കെ കണ്ടെത്തുന്നത്? എന്തൊക്കെയോ വിഡ്ഢിത്തരങ്ങളാണ് ഇത്തരം കാര്യങ്ങളിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കൂടുതലൊന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന് വലിയ സൗഭാഗ്യമാണ്. കേരളത്തിലെ മുഴുവൻ സുന്നി പണ്ഡിതന്മാരും ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുന്നു, ഖുർആൻ ഓതുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നു. ഒരു ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ, ഒരു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ. ആ ഒരു സൗഭാഗ്യം മറ്റ് നവീനവാദികൾക്കോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഒന്നും കിട്ടൂല. അത് സമസ്തയുടെ പണ്ഡിതന്മാർക്കും സുന്നി പ്രവർത്തകർക്കും മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ്. അത് നഷ്ടപ്പെടുത്താതെ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. പാരത്രിക ഗുണങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇവിടെ ആർക്കെങ്കിലും വേണ്ടി കുറെ ജയ് വിളിച്ചിട്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അടിമപ്പെട്ടുകൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ആക്ഷേപിച്ച് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. സമസ്തയുടെ പണ്ഡിതന്മാർക്ക് പിന്നിൽ അണിനിരക്കുന്നുണ്ടോ? സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ഖുർആൻ ഓതാൻ ആളുണ്ടാവും, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആളുണ്ടാവും. അതുകൊണ്ട് മാത്രമേ ആഖിറം രക്ഷപ്പെടുള്ളൂ. അല്ലാതെ ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടോ
അതല്ലാതെ കാണുന്നതൊക്കെ ഷിർക്കാക്കിയത് കൊണ്ടൊന്നും ആഖിറം രക്ഷപ്പെടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന്റെ ദറജ റബ്ബ് ഉയർത്തി കൊടുക്കട്ടെ. അവരെയും നമ്മയും റബ്ബ് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. സത്യം മനസ്സിലാക്കാൻ എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.